ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം ഹിസ്ബുള്ളയാണ് എന്നാണ് അവർ പറയുന്നത്. കാരണം ലെബനൻ കേന്ദ്രമാക്കി വടക്കൻ മേഖലയിൽ ഇനി കരയുദ്ധം തുടങ്ങാൻ പോവുകയാണ്. അതാണ് ഇനി അവരുടെ അടുത്ത ലക്ഷ്യം. അവിടുത്തെ പ്രധാനമന്ത്രി ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അടുത്തത് ഹിസ്ബുള്ള, ഹമാസ് തീർന്നു, ഇനി ഹിസ്ബുള്ളയാണ്. ലക്ഷ്യം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മാറുന്നതല്ല, നമുക്കൊരു സംശയമൊന്നുമില്ല. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് രണ്ട് കാര്യമാണ്. ഇസ്രായേൽ ഉണ്ടായ സമയത്ത് മര്യാദയ്ക്ക് UN പല ഓപ്ഷൻസ് വെച്ചു കൊടുത്താണ്. അതായത് 60% നിങ്ങൾക്ക് തരാം, പക്ഷെ മരുഭൂമിയായിരിക്കും കൂടുതൽ, 40% അവർ കൊടുക്കാം. പക്ഷെ അത് ഫലഭൂഷണ സ്ഥലമായി, അത് ഇവർക്ക് പിടിച്ചില്ല. ഞങ്ങൾക്ക് പിന്നെ വെസ്റ്റ് ബാങ്കും ഗാസയും ഫലഭൂഷണമായ പ്രദേശമാണ്. അപ്പോൾ 60-40 എന്നോട് തിരിച്ചായി 40-60 40 ഇസ്രായേലിന് കൊടുത്തു. 40 ആദ്യം ഇസ്രായേലിന് പറഞ്ഞു, 60 ഇവർ കൊടുക്കാൻ തോന്നുന്നു. പക്ഷേ ഈ 60 അധികം മരുഭൂമിയാണ്, സിനായ് മരുഭൂമിയൊക്കെ ഉൾപ്പെടുന്ന സ്ഥലം. മറ്റേ ഫലഭൂഷണമായ ഗസയും വെസ്റ്റ് ബാങ്കും ഒക്കെയാണ്. അപ്പോൾ അത് ഇസ്രായേലിന് കൊടുക്കുക, 60% ഭൂമി നിങ്ങൾ എടുത്തു. എന്നാൽ അറബികൾക്ക് അത് ഓക്കെ ആയിരുന്നില്ല. പിന്നെ എന്ത് ചെയ്തു, UN ഏകപക്ഷീയമായിട്ട് പരമാവധി ശ്രമിച്ചു നോക്കി. 60-40 ഏതാണ്ട് 59% ഭൂമി ജൂതന്മാർ, അത് അധികം മരുഭൂമിയൊക്കെയാണ്. ഫലഭൂഷണമായത് ഇവർക്ക് അതൊന്നും അത് സ്വീകരിച്ചില്ല. ഇവരത് ഞങ്ങൾ യുദ്ധം ചെയ്തെടുത്തോ, ഇസ്രായേലിനെ ഞങ്ങൾ അംഗീകരിക്കും. ഇവർ വിചാരിച്ചു ജൂതന്മാരെ പണ്ടത്തെ പോലെ തോൽപ്പിക്കാൻ. ഈ ലോകം തന്നെ ആധുനിക കാലഘട്ടം ജൂതൻ ഉണ്ടാക്കി, അത് ഈ മണ്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല. ഈ ജൂതന്മാർ ആദ്യം തുർക്കിയിലെ സുൽത്താനെ കൊണ്ടുവച്ച് കാശ് കൊടുക്കാൻ നന്നായി, ഒന്നാം ലോകമായത് ഞങ്ങൾ ജയിപ്പിച്ചു തരാം, നിങ്ങളെ കാര്യം ചെയ്യണം, പലസ്തീനിൽ ഞങ്ങൾക്ക് ഒരു രാജ്യം അനുവദിച്ചു തരണം, അങ്ങനെ പറഞ്ഞു. അയാൾ കേട്ടില്ല. അയാൾ പറഞ്ഞത് അറബികൾ എൻ്റെ സഹോദരന്മാരാണ്. ഈ അറബികൾ എന്ത് ചെയ്തു, ഇവർ നേരെ പൈസ ഇംഗ്ലണ്ടിന് കൊണ്ടു കൊടുത്തു. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലണ്ട് ആ പൈസ ഉപയോഗിച്ചാൽ യുദ്ധത്തിൽ ജയിക്കുന്നത്. പകരം അവർക്കൊരു അവിടെ ഹോംലാൻഡ് അവർ വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. പിന്നെ ഇംഗ്ലണ്ടിലുള്ള ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ഇവർക്ക് സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം ജൂതന്മാരെല്ലാം ഓപ്ഷൻ ആദ്യം നോക്കിയതാണ്. അങ്ങനെ ഈ പറയുന്നതിൻ്റെ മാതിരി ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പം ഈ അവിടെയുള്ള ഈ പ്രദേശങ്ങളിൽ ഒരു ബഫർ ഡിക്ലറേഷൻ ഉണ്ട്, അവിടുത്തെ ഒഫീഷ്യലായിട്ട് ബഫർ. അപ്പോൾ ഡിക്ലറേഷൻ അനുസരിച്ച് അവർക്ക് രാജ്യം കൊടുക്കും പലസ്തീൻ. അപ്പോൾ അതോടുകൂടി പലസ്തീനിലേക്ക് ജൂതന്മാർ കൂട്ടമായി മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ ആനുപാതികമായിട്ട് വേറൊരു കാര്യം നടക്കുന്നുണ്ട്. ഈ ജർമ്മനിയിലൊക്കെ ഈ ജൂതന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് യൂറോപ്പ് പറയുക. അവർക്ക് അവരുടെ നാടിനോട് മാത്രമാണ് കൂറുള്ളൂ. ജർമ്മനി എന്നുകൊണ്ട് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ജൂതന്മാർ എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിനെ സഹായിച്ചു. ഇത് ഹിറ്റ്ലർ അയാളുടെ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് ഇംഗ്ലണ്ട് രാജ്യം വാഗ്ദാനം ചെയ്തു. തുർക്കിയായിട്ട് സഖ്യത്തിലായതുകൊണ്ട് ഈ ജർമ്മനിയിലെ രാജാവിന് അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഹിറ്റ്ലർ ഭീകരമായിട്ട് ഇവർക്കെതിരെ പ്രൊപ്പഗാൻഡമായി ഭയങ്കര സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയത്. ആ പ്രൊപ്പഗാൻഡ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതൊക്കെ നടക്കുന്ന 1920-23 ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഹിറ്റ്ലറിന് വലിയ സപ്പോർട്ട് കിട്ടിയോട് കൂടിയിട്ട് ഏതാണ്ട് 33 ആവുന്നതോടുകൂടി 1933 തന്നെ ജൂതന്മാരെ പതുക്കെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനും അവരെ പലതരത്തിലുള്ള ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും അവരെ സാമ്പത്തിക മേഖലയിൽ നിന്നൊക്കെ അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും തുടങ്ങി. അങ്ങനെ 1939 രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയോട് കൂടിയിട്ട് ഇവരെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് മാറ്റി. പോളണ്ടൊക്കെ ആക്രമിച്ച് അവിടെയുള്ള ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റി തുടങ്ങി. ഹിറ്റ്ലർ അത് ചെയ്യാൻ കാരണം ഇതാണ്. അപ്പം അന്ന് പിന്നെ അതിന് ശേഷം ആ സമയത്ത് ഇവർ മാസ് മൈഗ്രേഷൻ ഇങ്ങോട്ട് ഉണ്ടാകുന്നു, അമേരിക്കയിലേക്ക് ഉണ്ടാകുന്നു, ഈ പലസ്തീൻ മേഖലകളിലേക്കും മാസ് മൈഗ്രേഷൻ ഉണ്ടാകുന്നു. അതോടുകൂടിയാണ് ഈ പലസ്തീനിലെ അന്നത്തെ മുസ്ലിം മതപുരോഹിതനെ ഹിറ്റ്ലറിനെ വന്ന് കാണുന്നുണ്ട്. നമ്മൾ ഒരിക്കൽ പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസൊക്കെ പോയി കണ്ടിട്ടുണ്ടല്ലോ, ഓരോരുത്തരും. അങ്ങനെ അദ്ദേഹം പോയി കണ്ടിട്ട് അദ്ദേഹം പറയുന്നു, ഇവർക്കെതിരെ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ അവിടെ കയറി കഴിഞ്ഞാൽ ഞങ്ങളെ ആളുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ ഹിറ്റ്ലർ ഓൾറെഡി ജൂതവിരോധം കൊണ്ട് നടക്കുകയാണ്. ഇവർക്ക് അത്ര ജൂതവിരോധമല്ലേ, ഈ ജൂതന്മാർ അവിടെ മൈഗ്രേറ്റ് ചെയ്ത് ഇവരെ സ്ഥലം പിടിച്ചെടുക്കുന്നു ഇവർക്ക് മനസ്സിലായി. ആദ്യം പൈസ കൊടുത്താണ് മേടിച്ചത്. ആ ഭൂമിയൊക്കെ ഇവരെന്ത് ചെയ്ത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ല ടെക്നോളജി അറിയാം, കൃഷി ചെയ്ത് ഭയങ്കര ഫലഭൂഷണമാക്കി. അപ്പോൾ അറബികൾക്ക് മണ്ടന്മാരായെന്ന് തോന്നി, അന്ന് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭൂമി കൊടുക്കാതെ അന്നപ്പോൾ ഫൈറ്റ് തുടങ്ങി, വേലി കെട്ടി. പിന്നെ അറബികളെ ഓരോ സ്ഥലത്ത് ഇവർ കയറി വേലി കെട്ടി, ഇവരുടെ സ്ഥലത്ത് അറബികൾ വേലി കെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. എന്നിട്ട് നമ്മൾ ചെമ്മരിയാട് അവിടെ പോയി വീഴും, അവിടെ നിന്ന് ഇവിടെ നിന്ന് വീഴും, അങ്ങനെ അടിയായി. അങ്ങനെയാണ് അവർക്ക് സംഘർഷം തുടങ്ങി. ഈ സമയത്തിലാണ് 41 മുഫ്തി കാണുന്നത്. മുഫ്തി ഹിറ്റ്ലറെ കാണാം. ഹിറ്റ്ലർ അതിൻ്റെ മുമ്പേ പണി തുടങ്ങിയിട്ടുണ്ട്. ജൂതന്മാർക്കെതിരെയുള്ള വിരോധം അതിൻ്റെ മുമ്പേ യൂറോപ്പിലുണ്ട്. ഷൈലോക്കിൻ്റെയൊക്കെ അറിയാലോ, ഷേക്സ്പിയറിൻ്റെ വെനീസിലെ വില്ലൻ ഒക്കെ ജൂതനാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇസ്രായേൽ രാജ്യം ഉണ്ടാകുന്നു. അന്നപ്പോൾ അറബികൾക്ക് വാഗ്ദാനം കൊടുത്താണ്. അവരത് ചെയ്തില്ല, യുദ്ധം ചെയ്ത് മേടിക്കാൻ. യുദ്ധത്തിൽ തോറ്റപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾ ജയിച്ചാലേ ആവശ്യമുള്ളത് ഞങ്ങൾ എടുക്കും. എന്നിട്ട് ഇസ്രായേൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാ യുദ്ധങ്ങളും തോറ്റു. എന്നിട്ട് അവർ വെസ്റ്റ് ബാങ്കും ഗാസയും കൊടുത്തു.
UN ഓരോ നിയമങ്ങൾ പാസ്സാക്കുന്നത് ഇവർ മൈൻഡ് ചെയ്യില്ല. കാരണം അമേരിക്കയുടെ സപ്പോർട്ട്, അതിപ്പോഴും മൈൻഡ് അമേരിക്കയുടെ സപ്പോർട്ട്. ഈ ഇസ്രായേലിനെതിരെയുള്ള വലിയൊരു വ്യാപകമായ ലോകമെമ്പാടുള്ള ഒരു പരാതി, അതായത് UN ഒരു നിയമവും അവർക്ക് ബാധകം അല്ല. UN നിയമം പാലിക്കാതാണ് മറ്റുള്ളവർ യുദ്ധത്തിന് വന്നത്. അപ്പൊ ആ യുദ്ധത്തിൽ ഇവർ തിരിച്ചടിച്ചു. അതുകൊണ്ട് അവര് വയലേറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ വയലേറ്റ് ചെയ്തത്. അതുകൊണ്ട് അവരാദ്യം പാലിക്കട്ടെ എന്നാണ്. പ്രദേശങ്ങൾ പിടിച്ച അതിർത്തി, അതായത് ഇസ്രായേലിന് ഒരു അതിർത്തി ഇല്ലല്ലോ, ചെന്ന് നിൽക്കുന്നിടമാണ് അതിർത്തി. അങ്ങനെയല്ല, ഇസ്രായേലിന്റെ അതിർത്തിയൊക്കെ UN വരച്ചു വെച്ചിട്ടുണ്ട്. അതല്ല, അവര് അറബികളാണ് ആദ്യം പാലിക്കാതിരുന്നത്. അറബികൾ പാലിക്കാതിരിക്കുന്നു ഇവർക്ക് അറിയായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് പിടിച്ചെടുക്കാന്നുള്ളത് അത് കൃത്യം അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ. പിന്നെ അറബ് രാജ്യങ്ങൾ ഓരോന്ന് ഇവർക്കെതിരെ യുദ്ധം വയ്ക്കുക. എല്ലാ യുദ്ധത്തിലും ഇവർ ജയിച്ചു, പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. പിന്നെ ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി വഴിയാണ് ഈ ജോർദാനും അതുപോലെ തന്നെ ഈജിപ്തിനൊക്കെ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു കൊടുത്തത് പോയ. പിന്നെ അവരായിട്ട് ഫ്രണ്ട്സായി. പക്ഷെ അവർക്ക് അറിയാം അറബികൾ ഇവിടെ ഒന്നും കൊണ്ടു നിർത്തില്ല. അവർ മണ്ടത്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കും. അവരുടെ ലക്ഷ്യം ഗ്രേറ്റർ ഇസ്രായേലാണ്. പഴയ ഇസ്രായേൽ, ജുദായ ഈ രണ്ട് പ്രദേശങ്ങൾ ഉൾപ്പെടും. അപ്പോൾ ലെബനൻ, സിറിയ അതിൽ പെടും. പിന്നെ ഈ സൂയസ് കനാലിലെ സൈഡും അവർക്ക് ഈജിപ്തിൽ നിന്ന് പിടിക്കണം. അത് അവരുടെ ലക്ഷ്യമാണ്. അത് പക്ഷെ അവരായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കില്ല. അപ്പം ഗസയിൽ ആക്രമണം പോലെ ഹിസ്ബുൾ അവരെ ആക്രമിക്കുന്ന പോലുള്ള കാര്യങ്ങൾ അറബികൾ ചെയ്തുകൊണ്ടേയിരിക്കും. അറബികൾ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അവർ എക്സ്ക്യൂസ് ഉപയോഗിച്ച് ഇവരെ പിടിച്ചെടുക്കും. അങ്ങോട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഹിസ്ബുള്ള എന്ന സാധനം ഇപ്പം നിർത്തി, ഇറാൻ ഇപ്പം പണി നിർത്തണം. പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ യുദ്ധം അവസാനിച്ചിട്ടില്ല, അതായത് ഹമാസിനെ തീർക്കുക. ഹമാസിനെ തീർത്തു, ഹിസ്ബുള്ള അങ്ങോട്ട് ഞങ്ങൾ ഇനി യുദ്ധത്തിന്റെ ഫോക്കസ് മാറ്റുകയാണ്. ദേ ആർ നോട്ട് അറ്റാക്കിംഗ് ഈജിപ്റ്റ്. അതുകൊണ്ട് ഈജിപ്റ്റ് ഇവർക്കെതിരെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, എന്തെങ്കിലും ദുരിതാശ്വാസം കൊടുക്കുന്നേ ഉള്ളൂ. ദേ ആർ അറ്റാക്കിംഗ് ലെബനോൺ ബിക്കോസ് ദേ ആർ സപ്പോർട്ടിംഗ് ഓർ ദേ ആർ സപ്പോർട്ടഡ് ബൈ ലെബനോൺ, പിന്നെ ഹിസ്ബുള്ള. അതുകൊണ്ടാണ്. അപ്പൊ കാരണങ്ങൾ അറബികൾ കൊടുക്കും. അറബികൾക്ക് ഇസ്രായേലിന്റെ ശക്തി മനസ്സിലാക്കി. ഇപ്പൊ സൗദി അറേബ്യക്ക് അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻ തുടങ്ങാനിരിക്കുകയാണ്, ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ അങ്ങ് പോയാൽ പ്രശ്നമില്ല. ഇവർക്ക് കാരണങ്ങൾ ഉണ്ടായി കൊടുക്കുകയാണ്. ഹിസ്ബുൾ അവരെ ആക്രമിക്കുകയാണ്. ഹിസ്ബുള്ളക്ക് എങ്ങനെ കുറച്ച് ഈ പറയുന്നത് എന്നാ മതി, മണിപ്പൂരിൽ വന്ന് വീണ പോലെയുള്ള റോക്കറ്റുകൾ വന്നു വീഴും. ഒന്നും മണിപ്പൂർ പോലും ഒരു പ്രശ്നമല്ല, പിന്നാലെ ഇസ്രായേലിന് പ്രശ്നം. അങ്ങനെയുള്ള റോക്കറ്റാണ് അയക്കുന്നത്. സെയിം ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് അങ്ങനെയുള്ള റോക്കറ്റാണ് ഇത് ബേസിക്കലി. അല്ല വലിയ സംഭവം ഒന്നല്ല, വലിയ ഗ്രേഡുള്ള സാധനമൊന്നുമല്ല. അതൊക്കെ അവർക്കൊരു പ്രശ്നമേ അല്ല. പിന്നെ ഇസ്രായേൽ വിചാരിക്കുകയാണ് രണ്ടെണ്ണം ഇവിടെ നിന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാകും, ജനങ്ങളെ സപ്പോർട്ട് കിട്ടണം എന്ന് ചെന്ന് കഴിഞ്ഞാൽ അവർ വീഴാൻ സമ്മതിക്കും. അത്രേ ഉള്ളൂ. ഈ മണ്ടന്മാർക്ക് ഇത് ആവായിട്ടോ അല്ലെങ്കിൽ മനസ്സിലായിട്ടോ അല്ല നടിക്കുന്നതാണ്. അപ്പോൾ ഈ സംഭവിക്കാൻ പോകുന്നത് ഹിസ്ബുൾ അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പറഞ്ഞ അവർ ലെബനൻ പിടിക്കും. ലെബനൻ പിടിക്കുമ്പം എന്തെങ്കിലും ചൊറിച്ചിലുണ്ടാക്കി സിറിയ അവർ പിടിക്കും. സിറിയ എങ്ങനെ പിടിക്കുന്നത്? ഇനിയിപ്പോൾ ഹിസ്ബുള്ള ചൊറിയാൻ പോയില്ലെങ്കിൽ ചൊറിയേണ്ട പണി മൊസാദ് ചെയ്യിപ്പിക്കും. ഇതിൻ്റെ ഉള്ളിലൊക്കെ മൊസാദിന്റെ ആളുകളുണ്ട്, അവരെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കും. കരയുദ്ധം ഇനി വരാൻ പോകുന്നത് ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കാനുള്ള യുദ്ധം. ലെബനനും സിറിയ അവർ പിടിക്കും. എന്നിട്ട് ഈ പറയുന്നത് പോലെ അവിടെ അത്തരം ജൂതന്മാരൊന്നും അങ്ങോട്ട് വരില്ല. അവർ അമേരിക്കയിലേക്കൊക്കെ അല്ലേ, നമ്മളിവിടുന്നൊക്കെ ഉള്ള ആളുകൾ അവിടെ കൊണ്ടുവച്ച് താമസിപ്പിക്കും. എന്നിട്ട് അവിടെ സെറ്റിൽമെന്റുകൾ ഉണ്ടാവും ഇവിടുന്നുള്ള ആളുകളെ കൊണ്ട്, ഇന്ത്യ എന്നൊക്കെ. എന്നാണ് മാത്യു സാമുവൽ പറയുന്നത്. അത് ശരിയായിരിക്കും. ഞാൻ മാത്യു സാമുവിന്റെ പേര് പറയാൻ കാരണം ഞങ്ങൾ പറയുന്നത്, ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളിൽ ഒരാളാണ്. അപ്പം നമ്മളത് പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റാണ്, നമ്മൾ കോട്ട് ചെയ്യുന്നതാണ്. അയാൾ പറയുന്നത് അയാളാണ് ഈ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. അത് ഇന്ത്യ എന്നൊക്കെ ആളുകളെ കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കാനാണ് പരിപാടി. സാധ്യത അതെ അതെ അതെ. ഇന്ത്യക്കാർ അവർക്ക് വിശ്വാസമാണ്. ഇന്ത്യക്കാർ ആർക്കും ശല്യം ഇല്ലല്ലോ. ഇന്ത്യക്കാർ ആ പാട്ട് ശ്രീലങ്കയിലാണ് ശല്യം. അത് ആ രീതിയിൽ അവരോട് ബിഹേവ് ചെയ്തുകൊണ്ടാണ്. അല്ലെ അങ്ങനെ ജൂതന്മാർ ബിഹേവ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ജൂതന്മാർക്ക് ആളെയും വേണം. അതുകൊണ്ട് ഇന്ത്യക്കാരെ മലയാളികളെ കൊണ്ടുപോകാൻ സാധ്യത കുറവായിരിക്കും. കാരണം മലയാളികൾ ഈ പറഞ്ഞ സോഷ്യലിസവും കമ്മ്യൂണിസവും ഇസ്ലാമിസവും ഒക്കെ തലക്ക് പിടിച്ച ആളുകളാണ്. മലയാളികൾ ഒരുപാടുണ്ട് അവിടെ. ഉണ്ട്. എങ്കിൽ മലയാളികളെ കൊണ്ടുപോകാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട്. അവരെല്ലാം പിന്നെ നോക്കും ഓരോ സൊസൈറ്റിയുടെ സ്വഭാവം. മലയാളികൾ ബേസിക്കലി ആന്റി ഇസ്രായേലാണ്. മലയാളി കേരളത്തിൽ മുസ്ലിമിനെ അങ്ങോട്ട് കൊണ്ടുപോകില്ല. അവിടെ ഉണ്ടായ മൊത്തം ഒരുപാട് ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ക്രിസ്ത്യൻസിനുള്ളിലും ഹിന്ദുസിനുള്ളിലും ഒക്കെ തന്നെ ഇത്തരം സാധനങ്ങൾ ഉള്ളതുകൊണ്ട്. പക്ഷെ വേറെ അല്ല, ഈ പോയി കഴിഞ്ഞിട്ട് അവരവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പലരും ആദ്യം ആന്റി ഇസ്രായേൽ ഉണ്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവര് ഇസ്രായേൽ അനുകൂലമനോ, കാരണം ഇവര് നേരിട്ട് കാണുകയല്ലേ. അല്ല, അത് ശരിയാണ്. പക്ഷെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഇതൊക്കെ സ്കാൻ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇസ്രായേൽ. അതങ്ങനെ അവർ വിടുള്ളൂ. ഏതെങ്കിലും ഈ ഇവിടുന്ന് പോയാലൊക്കെ തന്നെ ഏതെങ്കിലും സഭകളുടെ അവർക്ക് വിശ്വാസമുള്ള ആരുടെ ഗർഭം പോയതായിരിക്കും. ഇസ്രായേൽ അങ്ങനെ. എന്നോടൊരാൾ പറഞ്ഞത്, പണ്ട് എനിക്ക് ജൂതന്മാരെ പറ്റി പഠിക്കണമെന്ന് വലിയ താല്പര്യം. ജൂതന്മാരിൽ ജൂയിഷ് ട്രഡീഷനിൽ PhD ചെയ്യണമെന്നോ. അപ്പം എന്നോടൊരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ എൻ്റെ സ്വാധീനമുള്ള ഒരാളാണ്. അയാളെന്ന് പറഞ്ഞാൽ നീ അത് ശ്രദ്ധിക്കുക, അവർ നിനക്ക് വിസ തരില്ല, അവർക്ക് മുസ്ലിംസിനെ പേടിയാണ്. അയാളൊരു കടുത്ത ക്രിസ്ത്യാനിയാണ്. പക്ഷെ ക്രിസ്ത്യൻ വർഗീയവാദി ഒന്നല്ല, ചെറിയൊരു എന്താ പറയുക, ക്രിസ്ത്യൻ എന്താ മതമൗലികവാദി എന്നൊക്കെ പറയാം. അതല്ലാതെ അയാൾ അങ്ങനെ അപകടകാരിയ വിഷമൊന്നല്ല. അതുകൊണ്ടാണ് അയാൾ എൻ്റെ ഒരു ഫ്രണ്ടായത്. മറ്റേ സ്ലീമിനെ നമ്മൾ അടുപ്പിക്കില്ലല്ലോ. അപ്പോൾ അയാൾ കാര്യം പറഞ്ഞു എന്നോട്. അയാൾ അവിടെയൊക്കെ പോയിരുന്നതാണ്.
എടാ വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അവർ നിങ്ങളെ എന്തായാലും മുസ്ലിം എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെയാണ് കാണുന്നത് അത് ശരി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പം അത് ശരിയായിരിക്കും. അപ്പം ഈ മുമ്പ് ഇത് ചെയ്തിട്ട് ഇംഗ്ലീഷുകാർ എന്ത് വെച്ചാൽ ഈ മാർവാടികളെയൊക്കെ യമനിലെ കൊണ്ട് താമസിക്കുക. യമനിലൊക്കെ ഇപ്പോഴും മലയാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട് അവിടുത്തെ സിറ്റിസൺ-ആയിട്ട്. അത് അന്ന് ബ്രിട്ടീഷുകാരുടെ ഭാഗമായിരുന്ന മാൻഡേറ്റ് ആയിരുന്ന സമയത്ത് അവർ കൊണ്ടുവച്ച് താമസിച്ചു ഇതേ പർപ്പസിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി. മാർവാടികൾക്ക് കച്ചവടം ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ശക്തമായ ഇന്ത്യൻ ഡയസ്പോറ ആ നാട്ടുകാരായി തന്നെയുണ്ട്. ഇസ്രായേൽ ആ രീതി ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മാത്യു സാമുവൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പം ഈ യുദ്ധം ഇസ്രായേൽ തുടരുകയാണ്, ഹിസ്ബുള്ളയാണ് അടുത്ത ലക്ഷ്യം എന്ന് അതങ്ങനെ ഗ്രേറ്റർ ഇസ്രായേലിലേക്കുള്ള ഒരു എന്താണ് അവരുടെ കാൽവയ്പ്പാണ്. അവരത് സ്ഥാപിച്ച് അടങ്ങിയുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് പക്ഷേ ഈ രീതിയിലൊക്കെ പറഞ്ഞാൽ അവിടെയുള്ള ആളുകളെ മുസ്ലിംസിനെ മൊത്തം ചവിട്ടി പുറത്താക്കുകയാണെങ്കിൽ മുസ്ലിംസ് ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒന്നും ഇപ്പോൾ ഉള്ള യുദ്ധങ്ങളൊക്കെ നമുക്ക് ഒരു വലിയൊരു ഇസ്രായേലിനെ അനുകൂലിക്കാവുന്നതോ അല്ല ഇസ്രായേലിനെ അധികം നമുക്ക് വിമർശിക്കാനൊന്നുമില്ല. അറബികളെ മുന്നേ ഈ ചോയ്സ് ഒക്കെ കൊടുത്താണ്. പക്ഷേ ഈ പഴയ സ്വപ്നത്തിന്റെ പുറത്ത് UN കൊടുത്തതിൽ അപ്പം പോയിട്ട് മറ്റു പല പ്രദേശങ്ങളും പിടിച്ചെടുക്കുകയും അവിടെയുള്ള ജനങ്ങളെ പൂർണ്ണമായിട്ടാണ് വോട്ട് ഔട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ കോടിക്കണക്കിന് ആളുകളാണ് ഉള്ളത്. അവരെന്തായാലും അങ്ങ് മരണം പുല്ലാന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? ശരിയാണ്, അങ്ങനെ പ്രശ്നമുണ്ട്. അങ്ങനെ ഇമ്പനിങ് എന്താ പറയുക ത്രെട്ട് ഉണ്ട് അവിടെ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.